ഈ വർക്ക് നടക്കുന്ന അധികാരികളോട് എന്താ പറയാനുള്ളത്? ഇനി അധികാരികളോട് എന്താ പറഞ്ഞു വെച്ചാൽ ഇതിപ്പോൾ പണി കഴിഞ്ഞാൽ അവർ അധികാരം പോവും. പക്ഷെ എന്താ വെച്ചാൽ ഒരു സൂചനാ ബോർഡ് ഒരു 10 മീറ്റർ മുന്നേ നമ്മൾ കാണണം. നമ്മളിങ്ങനെ ഒരു പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ കാമ്പുറത്തും ഉണ്ട്, അതേമാതിരി ഇവിടെ ഈ റിലയൻസ് പബിൻ്റെ ഇവിടെയുണ്ട്. അത് അത്രേ ഉള്ളൂ. അതിന് ഒരുപാട് വണ്ടികൾ ഇത് കൂടെ പോണതാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു ബൈക്ക് ഞാൻ പറഞ്ഞില്ല ചാടി കീറിട്ടപ്പോഴാണ് ചാടിയത്. അവിടെ ഈ കൈയിൻ്റെ ഇതൊക്കെ പൊട്ടിയിട്ട് നടക്കാവില്ല കൊണ്ടേ. ബോർഡ് അല്ല, ഒരു പണി നടക്കുമ്പോൾ എന്ത് പണിയെടുക്കും. ഇപ്പോൾ KNRC പണിയെടുക്കണ്, അവർ ഓരോ ബോർഡ് വെച്ചിട്ടാണ് അവർ പണിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും പിന്നെ വർക്ക് നടന്നു KNRC, അവർക്കൊന്നും അങ്ങനെ യാതൊരു ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. വളാഞ്ചേരി റിലയൻസ് പമ്പിന് സമീപമാണ് പുലർച്ചെ 5 മണിയോട് കൂടിയിട്ട് നിയന്ത്രണം വിട്ട് ബസ് വർക്ക് നടക്കുന്ന ഓടയിലേക്ക് വീഴുന്നത്. ഈ അപകടത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി അപകടങ്ങളാണ് വളാഞ്ചേരി റിലയൻസ് പമ്പിന് സമീപം നടക്കുന്നത്. സൂചനാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ അപകടങ്ങൾ വരുത്തിവെക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബൈക്ക് ഇതേപോലെ ഈ ഓടയിലേക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ KSRTC ബസ്സാണ് ഇതിലേക്ക് പതിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണാം. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ ഒരു ഏരിയയിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലെന്നാണ് ബസ് കണ്ടക്ടർ അടക്കം പറയുന്നത്. കാരണം ഈ അപകടത്തിന് ശേഷം ഇത്തരത്തിലുള്ള ബോർഡുകൾ കൊണ്ടുവന്ന് വെച്ചെന്നും കണ്ടക്ടർ ആരോപിക്കുന്നു. വരുമ്പോൾ റോഡിൽ പിന്നെ വർക്ക് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാനുള്ള അടയാളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബോർഡ് ഉണ്ടായിരുന്നത് സൈഡിലായിട്ട് മാറ്റി വെച്ച രീതിയിലാണ് കണ്ടത്. ഫ്രീ ആയി കിടക്കുന്ന റോഡാണ്. അപ്പോൾ അങ്ങനെ വന്ന് വെളിച്ചം കുറവായിരുന്നു. അതിലൊരു 3-4 പേർക്ക് നിസ്സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അതെ അതെ അതെ. ഇല്ല, കണ്ടിട്ടില്ല. ഇതിങ്ങനെ വർക്ക് നടക്കുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന ആളുകൾ പിന്നെ ഇതിൻ്റെ സുരക്ഷ റോഡ് ഉപയോഗിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല അവർക്കാണ്. അവരത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ അപകടങ്ങൾ സംഭവിക്കുന്നത്. പലതും ചില സമയങ്ങളിൽ കാണൂല. രാത്രി ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കൊണ്ട് കാണാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. വണ്ടിയിൽ ഒരു 60-65 പേരുണ്ടായിരുന്നു. വളാഞ്ചേരിയിൽ നിന്ന് കയറിയ ആളുകളുണ്ടായിരുന്നു. ഈ അപകടത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇത്ര ദൂരത്തു നിന്നായിരിക്കും ഈ ബസ് വന്നതെന്നും ഈ അപകടം നടന്നതെന്നും. വാർപ്പ് കഴിഞ്ഞില്ല. ഓപ്പണായി കിടക്കുന്നു. അടി കോൺക്രീറ്റ് ചെയ്ത് കിടക്കുന്നു. അതിൽ എനിക്കന്ന് ചാടി കയ്യിനൊക്കെ പരിക്കുണ്ടായിരുന്നു. സുബീന്റെ അടുത്ത് പിന്നെ അതേമാതിരി കഴിഞ്ഞ ആഴ്ചയുടെ ഒരു ബൈക്ക് ഇത് മാന്തിട്ടപ്പോൾ ബൈക്ക് ഞങ്ങൾ വന്നിട്ടാണ് പിന്നെ അവർ കയറ്റി പോയത്. ഭാഗ്യത്തിനൊന്നും പറ്റില്ല, നടക്കാതെ കൊണ്ടായി. ചെറിയ പരിക്കുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ഈ ബസ്സിൽ? ഫുള്ളാണ്. ആൾക്ക് ചെറിയ ചെറിയ സാറ പരിക്കുകളൊക്കെ ഉണ്ട്. ചാടി പരിക്കുണ്ടാവാൻ ഇങ്ങനെ കുത്തനെ കിടക്കല്ലേ. എങ്ങനെയാലും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ത് ബോർഡില്ല ഇവിടെ. എന്തായാലും ഒരു സൂചനാ ബോർഡ് വേണ്ടേ. നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒരു റിബൺ കൂടി ഇല്ല. ഇത് ഈ ബോർഡ് ഇപ്പോൾ വെച്ചത്, ഈ ബോർഡ് ഇപ്പോൾ വെച്ചതാ, പോലീസ് ഒന്ന് വെച്ചപ്പോൾ. എത്ര അപകടങ്ങൾ സംഭവിച്ചാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് കണ്ണു തുറക്കാത്തൊരവസ്ഥയുണ്ട്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനാ മുന്നറിയിപ്പ് ബോർഡുകളും ഈ പ്രദേശത്ത് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഈ അപകടത്തിന് ശേഷമാണ് വെച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഈ അപകടത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്.
പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ബസ്സിൽ മുഴുവൻ ആളുകളുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിയോട് കൂടിയായിരുന്നു ഈ അപകടം നടക്കുന്നത്. ഇനിയെങ്കിലും സൂചനാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ചാനൽ വളാഞ്ചേരി.